കോഴിക്കോട് തിക്കോടിയിൽ റെയിൽവേ ഗേറ്റ് കീപ്പർക്ക് നേരെ ആക്രമണം. റെയിൽവേ ഗേറ്റിന് മുന്നിൽ ഗതാഗതം തടസ്സപ്പെടുത്തി നിർത്തിയ സ്കൂട്ടർ മാറ്റാൻ പറഞ്ഞതാണ് പ്രകോപന കാരണം. ഐനിക്കാട് സ്വദേശി ധനീഷിനെയാണ് രണ്ടുപേർ ചേർന്ന് ആക്രമിച്ചത്. വിവരങ്ങളുമായി ആകാശ് തടത്തിലാണ് നമ്മോടൊപ്പം ചെയ്യുന്നത്. ആകാശ്, ഈ ആക്രമണത്തിനുണ്ടായ കാരണം എന്താണ്? അഞ്ജലി, ഇതിൻ്റെ പ്രകോപനം എന്ന് പറയുന്നത് ഈ ഗേറ്റിന് മുന്നിൽ, ഈ റെയിൽവേ ഗേറ്റിന് മുന്നിൽ ഈ വാഹനം നിർത്തിയിരുന്നു. അങ്ങനെ ഒരു ഗതാഗത തടസ്സമുണ്ടായി. ഗതാഗത തടസ്സമുണ്ടായതിന് പിന്നാലെ ഗേറ്റ് കീപ്പർ ഇറങ്ങി വന്നവരോട് മാറാൻ പറയുകയായിരുന്നു. എന്നാൽ ഇവർ മാറാതെ ഗേറ്റ് കീപ്പറുമായിട്ട് തർക്കിച്ചു. അതിനുശേഷമാണ് ഗേറ്റ് കീപ്പറായ ധനേഷിന് മർദ്ദനമേൽക്കുന്നത്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റി ട്രെയിൻ കടന്നുപോയതിന് പിന്നാലെ ധനീഷ് ഗേറ്റ് തുറന്നെങ്കിലും അവിടെ ഗതാഗത തടസ്സം സൃഷ്ടിച്ച ഇവരോട് വണ്ടിയെടുത്ത് മാറ്റാൻ പറയുകയും അതിൽ ഇവർ മാറ്റാതെ ഈ ധനേഷിനെ മർദ്ദിക്കുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ധനേഷിനെ മർദ്ദിക്കുന്നത്. റെയിൽവേ ഗേറ്റിന് മുൻവശത്തുള്ള ട്രാക്കിൽ വെച്ച് ഉൾപ്പെടെ ഇയാൾക്ക് മർദ്ദനമേക്കുന്നു. കൂടാതെ തന്നെ ഗേറ്റ് കീപ്പറുടെ മുറിയിലേക്ക് ഈ മർദ്ദനമേറ്റത് പിന്നാലെ ഇയാൾ ഓടി ഗേറ്റ് കീപ്പറുടെ മുറിയിലേക്ക് കയറി. എന്നാൽ വഴി വന്ന അക്രമികൾ ഇയാളെ പിന്തുടർന്നെത്തി ഈ മുറിയിൽ കയറി ഇയാളെ പുറത്തേക്ക് വലിച്ചിഴച്ചുകൊണ്ട് മർദ്ദിക്കുന്ന ഒരു കാഴ്ചയും കൂടി കണ്ടു. ഇപ്പോൾ ഈ 2 യുവാക്കൾക്കെതിരെയും, മർദ്ദിച്ച രാജേഷിനെതിരെയും വേറൊരു യുവാവിനെതിരെയും, അദ്ദേഹത്തിന് ആരാണെന്ന് വ്യക്തമായിട്ടില്ല, ഈ 2 പേർക്കെതിരെയും കേസെടുക്കാനാണ് പയ്യോളി പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരാളെ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്, മറ്റൊരാളെ അന്വേഷണത്തിലാണിപ്പോൾ. ഇതിലെന്തായാലും വളരെ ക്രൂരമായ രീതിയിൽ തന്നെയുള്ള ഒരു മർദ്ദനമായിരുന്നു. വാഹനമെടുത്ത് മാറ്റാൻ പറഞ്ഞതിനാണ് ഇത്തരത്തിലുള്ള ഒരു മർദ്ദനത്തിലേക്ക് ഈ യുവാക്കൾ കടന്നത്. അഞ്ജലി, ശരി. ആകാശ് തലത്തിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.